പറയുന്നത് നീ മനസ്സിരുത്തി മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞതുപോലൊക്കെ അവർക്ക് തോന്നിയാ മാത്രം മതി. അതെന്തിനാണെന്നാ ചോദിച്ചത്? അങ്ങനെ നീ ചെയ്യുമ്പോ നിനക്ക് ചെറിയൊരു ജോലി തന്ന് ഒതുക്കുന്നതിന് പകരം നിന്നെ കമ്പനിയിൽ നല്ലൊരു പോസ്റ്റിൽ അപ്പോയിന്റ് ചെയ്യും. അതോടെ നിന്റെ ജീവിതത്തിന്റെ നില തന്നെ മാറിപ്പോവും. നീ എന്താ ആലോചിക്കുന്നേ? അമ്മ, ഇതൊക്കെ നടക്കൂ? കാര്യം കഴിയുമ്പോ അവരെല്ലാം ഒരു താങ്ക്സും പറഞ്ഞ് എന്നെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയാ ഞാൻ എന്ത് ചെയ്യും? അവരങ്ങനൊന്നും ചെയ്യില്ല. അത്ര മനസാക്ഷി ഇല്ലാത്തവരല്ല അവര്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരൊരിക്കലും നിനക്കിപ്പോ ഒരു ജോലി ഓഫർ ചെയ്യില്ലായിരുന്നല്ലോ. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാളും അവിടെ ഒരു ജോലിയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അമ്മ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആകെ കൺഫ്യൂഷനാ എനിക്ക്. നീ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യ്. മോന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ഞാനൊന്നും പറയില്ലെന്ന് മോൻ അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. അമ്മ പറയുന്ന അനുസരിച്ചല്ലേ ഞാൻ ഇത്രയും നാളും എല്ലാം ചെയ്തിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഇതായിട്ട് കുറയ്ക്കുന്ന എന്തിനാ? ഈ ജോലി വേണ്ടാന്ന് ഞാൻ പറഞ്ഞോളാം. അത് മതി. ആ കമ്പനിയിലെ ഏതെങ്കിലും പ്രോജക്റ്റിന്റെ മാനേജറായോ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന വലിയ GM ആയോ MD ആയോ ഒക്കെ നീ വരണം. അതാ എന്റെ സ്വപ്നം. നടന്നാ മതിയായിരുന്നു. അതൊക്കെ നടക്കും മോനെ. ആ അമ്മേ, അത് കമ്പനിയിൽ പിന്നെയും പ്രശ്നങ്ങളാ. അന്ന് മന്ത്രിയെ കണ്ട് ശരിയാക്കിയതൊക്കെ വീണ്ടും കൊളായമ്മേ. അതുകൊണ്ട് പിന്നെയും മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ അറിയിക്കണമെന്ന് മീര പറഞ്ഞു. പക്ഷെ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടന്നില്ല. എങ്കിൽ മുത്തശ്ശനോട് സംസാരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുപോയി കാണായിരുന്നില്ലേ? മുത്തശ്ശനെ കണ്ട് സംസാരിക്കാന്ന് മീര പറഞ്ഞു. നാളെ തന്നെ മുത്തശ്ശനെ കാണണം. നമ്മളോടൊന്ന് അത്രയും കാര്യമായി സംസാരിച്ചിട്ട് മന്ത്രി നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തന്നില്ലെന്നാണോ അമ്മയോട് പറയുന്നത്? നമ്മൾ കണ്ടതിന് ശേഷം കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വേഗത്തിൽ നീങ്ങിയതാ. ആദർശേട്ടൻ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം നേരിട്ട് മിനിസ്റ്ററിനെ കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെടുത്തിയതോ. പക്ഷെ ഇപ്പൊ വീണ്ടും എല്ലാം പഴയപടി ആയിട്ടുണ്ട്. ആദർശേട്ടന്റെ പേരില് കേസ് വന്നു എന്ന് അറിഞ്ഞപ്പോഴേ അവര് രാഷ്ട്രീയക്കാരുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയതാണ്. ഒരാളുടെ പേര് കേസ് വന്നു എന്നും പറഞ്ഞ് അയാളെ കുറ്റവാളിയെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ലല്ലോ. ഈ മന്ത്രിയുടെ പേരിൽ തന്നെ എത്ര കേസുകൾ കോടതിയിലുണ്ട്. പ്രതിപക്ഷത്തിന് ചാനലൊക്കെ ഉള്ളതല്ലേ. മന്ത്രി ഇടപെട്ടാണ് പ്രശ്നങ്ങൾ തീർത്തതെന്നും പറഞ്ഞ് അവര് ന്യൂസ് കൊടുക്കുമെന്ന് പേടിച്ചാവും. കൊലക്കേസ് പ്രതിയായ കമ്പനി മുതലാളിയെ സഹായിച്ചു എന്നും പറഞ്ഞ് ന്യൂസ് വന്നാ അതുപോലെ മന്ത്രിക്ക് പണി കിട്ടാൻ. പക്ഷേ സത്യവും ന്യായവും നമ്മുടെ ഭാഗത്തല്ലേ? അതിനൊന്നും ഒരു വിലയുമില്ലേ? ഇത്രയും പണം മുടക്കി 50% ജോലി പൂർത്തിയാക്കിയ പ്രൊജക്റ്റാണത്. പെട്ടെന്നത് നിന്നുപോയാ അത് നമ്മുടെ കമ്പനിയെ ബാധിക്കുന്നത് മാത്രമല്ല പ്രശ്നം. ആ പ്രൊജക്ടിനെ വിശ്വസിച്ച് പണം മുടക്കിയ സാധാരണക്കാരുണ്ട്. ആ ഫ്ലാറ്റിന്റെ പണി തീർന്ന ശേഷം അവിടെ താമസിക്കാൻ കാത്തിരിക്കുന്നവരും ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താവും? അവരോടെല്ലാം നമ്മൾ എന്ത് സമാധാനം പറയും? നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഏതോ ഉദ്യോഗസ്ഥനും അയാൾ പറയുന്നതനുസരിക്കുന്ന മറ്റുള്ളവരും ചേർന്ന് മനഃപൂർവ്വം നമ്മളെ ഉപദ്രവിക്കുന്നതാ. മന്ത്രിയെ നമ്മൾ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയതാ. മന്ത്രിയെ കണ്ട് ഒന്നുകൂടെ സംസാരിച്ച എന്താണ് പ്രശ്നമെന്ന് അറിയാൻ സാധിക്കും. ഇനി താമസിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മിനിസ്റ്ററെ കാണണം. കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായി ചെന്നതിന്റെ ഒരു പരിഗണന നമുക്ക് കിട്ടിയതാ. ഇപ്രാവശ്യം അത് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രഞ്ജിത്തിനെ വിളിച്ചിട്ട് എല്ലാം അന്ന് മന്ത്രി പറഞ്ഞത്. എങ്കിലും രഞ്ജിത്തിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ആ ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ആ ഹലോ, രഞ്ജിത്ത് സാറല്ലേ? സാറേ, ഞാൻ രാഘവനാ. ആ അതെ, മാർക്കറ്റിലെ. അതെ, വിശേഷമൊന്നുമില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. മന്ത്രി സാറിനെ ഒന്ന് കാണാൻ പറ്റുമോന്ന് അറിയാൻ വിളിച്ചതാ. അന്ന് വന്ന കാര്യം തന്നെ. ഓ ആണോ? ശരി, കാണാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പറയണേ.
എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് കണ്ടോളാം. ഓ ശരി, ഓക്കെ. മന്ത്രിയെ കാണാൻ പറ്റില്ലെന്നാ രഞ്ജിത്ത് പറയുന്നത്. അവര് നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാ? ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അവര് സമ്മതിക്കാതെ നമുക്ക് കയറി കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ കയറി കാണാനായിട്ട് എന്തെങ്കിലും നുണ പറഞ്ഞാലും അവര് പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞില്ലേ? കഷ്ടകാലം ഉണ്ടാവുമ്പോ എല്ലാ ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയാ മോളെ. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല കാലവും കഷ്ടകാലവും ഉണ്ടാവും. ഈശ്വരൻ മനുഷ്യാവതാരം എടുക്കുമ്പോൾ എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കുമെന്ന് നമ്മൾ കഥകൾ കേട്ടിട്ടില്ലേ? അതൊക്കെ മനുഷ്യർ പഠിക്കാൻ വേണ്ടി കഥകളായി വിശ്വാസങ്ങളായി തലമുറകൾ കൈമാറി വരുന്നത് തന്നെയാണ്. അന്ന് അവർ ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. പുരാണത്തിൽ ആരും ഫ്ലാറ്റ് കെട്ടിയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാർ പ്രശ്നമുണ്ടാക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല മുത്തശ്ശ. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കത് റെഫറൻസ് ആക്കായിരുന്നു. നീ കളിയാക്കണ്ട സൂരജ്. ഈ ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ആലോചിച്ച് മനസ്സിനെ കുഴപ്പിക്കുന്നത് കൊണ്ടാണ് പല ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാതെ വരുന്നത്. മുത്തശ്ശൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കൊരു രൂപവുമില്ല. നമുക്ക് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കാൻ മീരെ. എന്താ അന്വേഷിക്കേണ്ടത്? ഈ കുഴപ്പമുണ്ടാക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അയാൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. മിക്കവാറും പണം തന്നെയായിരിക്കും ലക്ഷ്യം. അത് നമുക്ക് കൊടുക്കാന്ന് പറയാം. അങ്ങനെ ഒരാൾ കൈക്കൂലി പ്രതീക്ഷിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിൽ അയാൾ ഇതിനു മുമ്പേ കമ്പനിയെ സമീപിച്ച് പണം ആവശ്യപ്പെട്ടനെ. അതെ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇക്കാലത്ത് കൈക്കൂലിക്കാരെ വിജിലൻസ് ഓടിച്ചിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരാൾ അത് ചോദിച്ച് നമ്മളെ സമീപിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ അയാളെ തേടി കണ്ടുപിടിച്ച് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആദർശൻ അത് കൈകാര്യം ചെയ്താന്. ഇത് മറ്റാരുടെയോ പ്രേരണ കൊണ്ട് നമ്മളെ ആരോ മറിഞ്ഞിരുന്ന് ഉപദ്രവിക്കുന്നതാ. എങ്കിൽ അയാളെ കണ്ടുപിടിച്ച് നല്ല തല്ലു കൊടുക്കണം. അതോടെ അവന്റെ ചൊറിച്ചിൽ തീരും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ടൊന്നും നമ്മുടെ പ്രശ്നം തീരില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പ്രൊജക്ടിന്റെ ജോലികൾ ചെയ്ത് തീർക്കണം. അത് തുടരാനുള്ള അനുവാദവും കിട്ടണം. മോള് നന്നായി പ്രാർത്ഥിക്കേ. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും, അതുറപ്പാ. ഭഗവാനെ കൃഷ്ണ, ഭഗവാൻ മനുഷ്യാവതാരമായി വരുമ്പോഴും കാലത്തിന്റെ സമയദോഷങ്ങൾ ബാധിക്കുന്നതും ജീവിതത്തിൽ നല്ല കാലവും കഷ്ടകാലവും മാറി വരുന്നതും കഥകളായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലും നല്ല കാലവും കഷ്ടകാലവും ഉണ്ടാവുന്നതും അറിയാം. ഇപ്പൊ എനിക്ക് കഷ്ടകാലമാ. കാലം ഏതായാലും എനിക്കെല്ലാം സമർപ്പിക്കാനുള്ളത് ഈ തൃപ്പാദങ്ങളിൽ തന്നെയാ. പക്ഷെ കമ്പനിയിലെ പ്രശ്നങ്ങളും ആദർശനെ രക്ഷിക്കാൻ കഴിയാത്തതിന്റെ ടെൻഷനും എല്ലാം കൂടി സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരാൻ പോലും ആരുമില്ല ഭഗവാനെ. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും ഭഗവാൻ എനിക്ക് മുന്നിലേക്ക് പോകാനുള്ള വഴി ഏതെങ്കിലും രീതിയിൽ കാണിച്ചു തന്നിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കര കാണാത്ത നടുക്കടലിൽ തുഴയില്ലാത്ത തോണിയിൽ ഒറ്റക്ക് നിൽക്കുന്നത് പോലെ തോന്നാ. എന്താ ഭഗവാനെ എന്നെ രക്ഷിക്കാൻ ഭഗവാൻ വരാത്തത്? എന്നെ കൈവിടുകയാണോ? എനിക്ക് എന്റെ ഭഗവാനല്ലാതെ വേറെ ആരുള്ളത്? രക്ഷിക്കണേ ഭഗവാനെ.
സ്ഥലം പോലും ബാക്കിയില്ല. ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടാവില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നില്ലേ? യാത്രയിലായിരുന്നു. ഇപ്പൊ തിരക്കും യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതാണോ? ഞാൻ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് വന്നതാ. ഭാഗ്യത്തിന് ഇന്ന് തന്നെ മീരയും കാണാൻ പറ്റി. വൈകുന്നേരം ഞാൻ തിരിച്ചു പോകും. ഓ, അപ്പൊ ഇനി എന്നാ വരിക? അങ്ങനെ കൃത്യമായ ദിവസമൊന്നും ഇപ്പൊ അറിയാൻ പറ്റില്ല. വരേണ്ട സാഹചര്യം ഉണ്ടായാൽ വന്നല്ലേ പറ്റൂ. എന്തൊക്കെയുണ്ട് മീരയുടെ വിശേഷങ്ങൾ? പറയൂ, കേക്കട്ടെ. എന്റെ വിശേഷങ്ങളെല്ലാം പറയാതിരിക്കുന്ന നല്ലത്. അതെന്താ? എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദർശന്റെ കാര്യത്തില് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അന്വേഷണം നടത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ട് അക്കാര്യത്തിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടാവുന്നില്ല. കമ്പനിയിലെ കാര്യം ആകെ പ്രശ്നത്തിലാ. ആദർശനുണ്ടായിരുന്നപ്പോ മുടങ്ങിപ്പോയ പ്രോജക്റ്റ് വീണ്ടും തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായതായിരുന്നു. പക്ഷെ ആദർശേട്ടൻ പോയതോടെ ആ പ്രൊജക്റ്റും എല്ലാവരും കൈയൊഴിഞ്ഞു. അത് വീണ്ടും മുടങ്ങി തന്നെ കിടക്കുന്നൊരവസ്ഥയിലാ. ഇനിയിപ്പോ അതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മന്ത്രിയാണെങ്കിൽ കാണാൻ പോലും സമ്മതിക്കുന്നില്ല. ആദർശേട്ടൻ കൊലക്കേസിൽ പ്രതിയായതുകൊണ്ട് മന്ത്രിക്കൊക്കെ ഇടപെടാൻ ഭയമാണെന്നാ തോന്നുന്നു. ആയിരിക്കാം. പക്ഷെ മുടങ്ങിക്കിടക്കുന്ന പ്രോജക്റ്റിന് കേസുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അതിൽ ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവില്ലേ? അവരൊക്കെ അത് പ്രശ്നമാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതൊരു വലിയ നാണക്കേടായിട്ട് മാറി കമ്പനിയുടെ ഗുഡ്വില്ല് നഷ്ടപ്പെടും. ഇത്രയും നാളും ഒരു ചീത്തപ്പേര് പോലും കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. ആദർശേന്റെ അച്ഛനായിട്ട് തുടങ്ങിയ ബിസിനസ്സാ. ആദർശേന്റെ അമ്മയും ആദർശേനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട കമ്പനി ഇത്രയും വളർത്തി വലുതാക്കിയത്. ഇപ്പൊ ഒരു പ്രൊജക്ടിന്റെ പേരില് ആ സൽപ്പേര് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നത് വലിയ കഷ്ടം. ആദർശേട്ടൻ കമ്പനിയുടെ ചുമതലകളെല്ലാം എന്നെ ഏൽപ്പിച്ച സമയത്ത് അങ്ങനെ സംഭവിക്കുമ്പോ വെറുതെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് തനിയെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈശ്വരൻ ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അതിന് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും എളുപ്പവും പ്രാക്ടിക്കലുമായുള്ള വഴിയും അതുതന്നെയാണ്. അത് ശരിയാണ് മോഹൻദേട്ടാ. ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും റവന്യൂ മന്ത്രിമാരും ഒക്കെയാ. അവരെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് എല്ലാവരും നമ്മളെ ഒഴിവാക്കുക. മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന് പല രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചു. ഇവരിൽ നിന്ന് മീരയ്ക്ക് കിട്ടേണ്ടത് സഹായമല്ല, അവരാണ് ഇതിനുള്ള പരിഹാരം ചെയ്തു തരേണ്ട ആൾക്കാർ. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ അവരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കാമെന്ന് നോക്കാം. മന്ത്രിമാർ ഭയക്കുന്നതും ഭയക്കേണ്ടതും ജനങ്ങളെയാണ്. അവർ കൂട്ടമായി ഇടപെടുന്ന ഒരു കാര്യത്തെ കണ്ടില്ല എന്ന് വയ്ക്കാൻ മന്ത്രിമാർക്ക് സാധിക്കില്ല. അവർ ജനങ്ങളെ അവഗണിച്ചാൽ നാളെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ അധികാരത്തിന്റെ കസേരയായിരിക്കും. ഇന്ന് ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം അറിയിക്കുന്നതും പങ്കിടുന്നതും സോഷ്യൽ മീഡിയ വഴിയല്ലേ. അത് തന്നെ നമ്മളും ആയുധമാക്കുക. അതിനു പറ്റിയ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മീരയ്ക്ക് ഉണ്ടാവില്ലേ? അവരുടെ സഹായം ചോദിക്കൂ, ഉറപ്പായും ഫലം ഉണ്ടാവും. എൻ്റെ ഒരു കസിൻ ഉണ്ട്, വ്ളോഗറാ. ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിക്കാൻ പോകുന്നേട്ടാ. ഇപ്പൊ മീരയ്ക്ക് അല്പം ആശ്വാസമായില്ലേ? മൂന്നേണ്ണ കണ്ട എന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും ഉറപ്പാ. എന്നെ സഹായിക്കാനും മുന്നോട്ടുള്ള വഴി കാണിച്ചു തരാനും ആരെങ്കിലും അയക്കണേ ഭഗവാനെന്ന് ഞാനിപ്പോ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കണ്ടോ, മീര പറഞ്ഞാ പിന്നെ ഭഗവാൻ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? യാത്രകൾ പോലും മാറ്റി വെപ്പിച്ച് എന്നെ മീരയ്ക്ക് വേണ്ടി അയച്ചതായിരിക്കും ഭഗവാൻ. എന്നാ ഞാൻ ചെല്ലട്ടെ, അല്പം തിരക്കുണ്ട്. ഹലോ മീര, സർപ്രൈസ് കോളാണല്ലോ. എന്തുണ്ട് വിശേഷം? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വിശാലേട്ടൻ അറിഞ്ഞിരുന്നല്ലോ. അറിഞ്ഞു. ആദർശേട്ടൻ എന്താ പറ്റിയതെന്ന് എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദർശേട്ടനെ ആരോ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തത്. ശരിക്കും സംഭവിച്ചത് എന്താന്ന് എനിക്കും അറിയില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കണം മീര. പോലീസുകാരെന്താ പറയുന്നത്? തെളിവുകളെല്ലാം ആദർശേട്ടനെതിരാ.
അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറയുന്നത്. എന്നാലും അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കേസിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അയാളെ പിക്ക് ചെയ്ത് കുറച്ച് പണം കൊടുത്താൽ നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ചിലപ്പോൾ കിട്ടിയേക്കും. കാശ് വാങ്ങിയില്ലെങ്കിലും സിയെ നമുക്ക് വേണ്ടി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഞാൻ മറ്റൊരു സഹായത്തിന് വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത്. എന്താ മീര? ഇവിടെ ആദർശന്റെ കമ്പനിയിലൊരു പ്രശ്നം. ഒരു പ്രൊജക്റ്റ് ഇപ്പം നിർത്തിവെച്ചിരിക്കുക. ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അത് വെച്ചൊരു വീഡിയോ ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ? മീര ഡീറ്റെയിൽസ് പറയൂ. എന്താ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് നോക്കാം. ആ ശരി. ഓക്കെ മീര, ഇത് നമുക്ക് ചെയ്യാം. ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ട് മീര തിരിച്ചു വിളിക്കാം. ആ ഓക്കെ വിശാലേട്ടാ. ശരി മീര. ഇന്ന് വരെ നമ്മുടെ കമ്പനിയിൽ ആരും പരാതിയായിട്ട് എത്തിയിട്ടില്ല. ഇപ്പൊ അതുമായി. പുതിയ പുതിയ ആൾക്കാർ ഭരണത്തിന് കയറുമ്പോ ഇങ്ങനെ ഓരോന്നുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ശ്രമിക്കാവുന്നതെല്ലാം ശ്രമിക്കുന്നുണ്ടമ്മേ. അത് പറഞ്ഞിട്ട് എന്താ മീര കാര്യം? വർഷങ്ങൾ കൊണ്ട് നമ്മളുണ്ടാക്കിയ ഗുഡ്വില്ലാണ് നഷ്ടമാകാൻ പോകുന്നത്. കമ്പനിയിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നശിക്കുന്നത് ദേവേട്ടന്റെ പേരാ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എങ്ങനെ വിഷമിക്കാതിരിക്കും? നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു സ്ഥാപനം മാത്രമാ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അങ്ങനെയല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്. നീയല്ലേ ഇപ്പൊ എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് നടന്നത്. നിന്നെ വിശ്വസിച്ചതാണ് ഒരു തരത്തില് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. നീയല്ലേ മീരെ എല്ലാം മന്ത്രി കണ്ട് ശരിയാക്കാന്ന് പറഞ്ഞത്. എന്നിട്ടിപ്പോ എന്തായി? അത് ശരിയാണല്ലോ. മന്ത്രിയെ കണ്ടിട്ട് ഒന്നും ശരിയായില്ലേ മീരെ? നമ്മുടെ ഭാഗം എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആദർശേട്ടൻ ജയിലിലായതുകൊണ്ട് മന്ത്രി നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ മടിക്കുക. അപ്പോ ഇനി ഇത് നടക്കില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അല്ലേ ചേച്ചി, വേറെ 1-2 വഴികൾ കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പോസിറ്റീവായൊരു റിസൾട്ട് ഉണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നത്. എന്തൊരു സമയദോഷമാണ് എന്റെ ഭഗവാനെ. ഇങ്ങനെ ഒരു ഗതികേട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ശരിയാ. കഷ്ടകാലം പിടിച്ചിരിക്കുമ്പോ ചെയ്യുന്നതെല്ലാം നമുക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കും. ആദർശിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? രാജാവിനെ പോലെ കഴിഞ്ഞ ആളാ ഇപ്പോ കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്നു. ഭഗവാൻ കൂടുതൽ പരീക്ഷിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എല്ലാം സഹിക്കാം. ഭഗവാന്റെ പേര് പറഞ്ഞുള്ള നിന്റെ ഈ രക്ഷപ്പെടലാണ് എനിക്ക് ദേഷ്യം വരുന്നത്. നിനക്ക് നന്നായിട്ട് അറിയാലോ, നിന്റെ ഐശ്വര്യക്കേട്ടിന്റെ തന്നെയാണ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ എന്ത് തെറ്റാ ചേച്ചി ചെയ്തത്? എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുമില്ല. ആരെന്തു പ്രാർത്ഥിച്ചാലും അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ. നല്ലതിനെന്ന് കരുതി ചെയ്യുന്ന പലതും ദോഷമായിട്ട് തിരിച്ചു കൊത്തുക. അമ്മയുടെയും ചേച്ചിയുടെയും കാഴ്ചപ്പാടിൽ ഞാനാണ് തെറ്റുകാരി. പക്ഷെ ഞാൻ ശ്രമിക്കാൻ വന്നിട്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്തു. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല. ശരിയാ, നിനക്കൊന്നും അറിയില്ല. നിനക്ക് എന്തെങ്കിലും ഒരു കാര്യവും പറഞ്ഞ് അതിന്റെ പേരിൽ ലോകവും ചുറ്റി നടന്നാ മതിയല്ലോ. സത്യത്തിൽ ഇത്രയും നാള് നീ ആവശ്യത്തിനെന്നും പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത് എങ്ങോട്ടായിരുന്നു? എന്തിനാ ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? അബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മീര. ഞാനും ഇവളുടെ അച്ഛനും കൂടി ഈ കമ്പനി ഈ അവസ്ഥയിലാക്കാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവള് കണ്ടതാ. അങ്ങനെയുള്ളപ്പോ ഈ നഷ്ടങ്ങളൊന്നും നിസ്സാരമായി കണ്ട് മിണ്ടാതെ ഇരിക്കാൻ അവക്ക് പറ്റില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്തതാണ് വിശ്വാസം. കസ്റ്റമേഴ്സിന് ദേവ ബിൽഡേഴ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥാപനം നശിച്ചു തുടങ്ങിയെന്ന് വേണം കരുതാൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യുന്ന ജോലിയിൽ കളവും കാട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ ടെൻഷനാവുന്നേ? ഈ പരീക്ഷണങ്ങൾക്ക് ഉടനെ അവസാനം ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. നീ പറയുന്നത് പോലെ ഈശ്വരനിലുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. നിനക്ക് വിശ്വസിക്കാം, ശരിയാ. നിനക്കെല്ലാം നന്മകളാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ആദർശിന്റെ ഭാര്യയാകുക, ഈ വീടിന്റെ മരുമകളാകുക എന്നൊക്കെ പറയുന്നതേ നിന്നെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യങ്ങൾ തന്നെയാ. അതെ,
ഞാനും അതിനെ ഈശ്വരാനുഗ്രഹങ്ങളായി തന്നെയാ കാണുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ സത്യത്തിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന്റെ നാശമാണോ?